ഞാൻ ആഷ്ലി, കണിച്ചാറാണ് വീട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ശ്വാസം മുട്ട് കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂക്കിൽ ദശ വളരുന്നുണ്ടെന്ന്, മരുന്നുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 3 വ്യാഴാഴ്ച വന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. ഞാൻ 3 വ്യാഴാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മൂക്കിൽ ദശ വളർന്നിരുന്നത്, ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ അത് സുഖപ്പെട്ടതിനെ ഓർത്ത് കൈയടിച്ച് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ്, അവിടുത്തെ നാമമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. എന്റെ പേര് അനശ്വര വർഗീസ്, സ്ഥലം വെളിമാനം. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ ആന്റിയുടെ മകളുടെ കഴുത്തിന്റെ പുറകിലുള്ള മുഴ യാതൊരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയും പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് നേഴ്സിംഗിന്റെ 2nd സെമസ്റ്റർ പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ മാർക്കോടെ പാസ്സാകുവാനും സാധിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മത്രേസിക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ജെയ്സൺ. ഞാൻ ഉരുപ്പുംകുറ്റി ഇടവകാംഗമാണ്. എനിക്ക് 2024 നവംബർ മാസത്തിൽ വായ്ക്കകത്ത് ഒരു തടിപ്പ് വരികയും ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഓപ്പറേഷന് AKG ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യുകയും ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. ഡിസ്ചാർജ് ആയ ഉടനെ ഞങ്ങൾ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഉമിനീരെടുത്ത് എന്റെ കയ്യിൽ തന്നു. മുറിവിൽ പുരട്ടാൻ പറഞ്ഞു. ഞാനത് മുറിവിൽ പുരട്ടുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന്. 10 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, നെഗറ്റീവ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇത്രയും അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം, ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എന്റെ പേര് ഫിലിപ്പ്. ഞാൻ പൈസക്കരിയിൽ നിന്ന് വരുന്നു. എനിക്ക് വലതുകാലിൽ ഞരമ്പ് ബ്ലോക്ക് ഉണ്ടായി പലവിധ ബുദ്ധിമുട്ടുകൾ 2 വർഷമായി അനുവദിച്ചു വരികയായിരുന്നു. 2024 ആഗസ്റ്റിൽ ആ കാലിൽ തന്നെ ഒരു മുറിവുണ്ടായത് കരിയാതെ വരികയും തുടർന്ന് വളരെയധികം പഴുത്ത് കഠിന വേദന സഹിച്ചു വരികയായിരുന്നു. അപ്പോൾ ആവില പള്ളിയിൽ വന്ന് റാപ്സനച്ചനോട് കാര്യം പറഞ്ഞു. 33 വ്യാഴാഴ്ച പള്ളിയിൽ വരാനും ചികിത്സ തുടരാനും അച്ഛൻ പറഞ്ഞു. ഏതാനും ആഴ്ച ഞാനും ഭാര്യയും ഇവിടെ വന്നു. തുടർന്ന് ഭാര്യ വ്യാഴാഴ്ചകളിൽ പള്ളിയിൽ വരികയും ഞാൻ ചികിത്സാർത്ഥം ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞതുപോലെ 33 ആഴ്ച കഴിഞ്ഞപ്പോൾ മുറിവ് ഉണങ്ങിത്തുടങ്ങുകയും വേദന കുറയുകയും ചെയ്തു. ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് റീജ. എന്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. എന്റെ മകൾ മെർലിൻ, അവളുടെ ദേഹത്ത് പുഴുക്കടി പോലെ വന്നിരുന്നു. 2-3 പ്രാവശ്യം മരുന്ന് വാങ്ങിയെങ്കിലും കൂടി വരികയല്ലാതെ ഒരു കുറവും ഉണ്ടായില്ല. മോളുടെ ദേഹത്തുള്ള അസ്വസ്ഥതകൾ എല്ലാം മാറ്റിത്തന്നാൽ ഞാൻ ആവിലയിൽ സാക്ഷ്യം പറയാമെന്ന് നേർച്ച നേർന്നതിന്റെ ഫലമായി അവളുടെ ശരീരത്തിലെ എല്ലാ മുറിവുകളും മാറ്റിത്തന്ന ആവിലായിലെ അമ്മത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ബ്ലസ്സി. ഞാൻ എടൂരിൽ നിന്ന് വരുന്നു. 2016 മുതൽ ആവില പള്ളിയിൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അന്നു മുതൽ ഈശോ എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ തന്നു. ഇപ്പോൾ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്.
2024 നവംബർ 19 84 വയസ്സുള്ള എന്റെ അമ്മ തെന്നി വീണ് മുട്ടിനു മുകളിൽ വെച്ച് തുടയെല്ല് വട്ടമൊടിഞ്ഞ് തൂങ്ങിപ്പോയി. പ്രായമുള്ളതിനാലും മറ്റു പല അസുഖങ്ങളുള്ളതിനാലും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് സർജറി അഡ്വൈസ് ചെയ്തു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കുവാനായാൽ ആവില പള്ളിയിൽ സാക്ഷ്യം എഴുതിയിടാമെന്നും ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കാമെന്നും മുടങ്ങാതെ 11 ആഴ്ച പള്ളിയിൽ വരാമെന്നുമാണ് നേർന്നത്. വളരെ റിസ്ക് ഉള്ള സർജറിയാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. സർജറിക്ക് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു സക്സസ്ഫുൾ ആയിരുന്നു ഓപ്പറേഷൻ, 3 മാസം കഴിഞ്ഞാൽ നടക്കാമെന്നും. ഇപ്പോൾ 5 മാസമായി അമ്മ നടക്കുകയും സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഞാൻ അച്ഛനെ കണ്ടു പ്രാർത്ഥനാ സഹായവും തേടിയിരുന്നു. ടെൻഷൻ വേണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചു കൊള്ളാമെന്നും പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഇടത് ചെവിയുടെ സൈഡിൽ ഒരു കുരു പോലെ വരികയും വേദന ഉണ്ടാവുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു അതൊരു സിസ്റ്റാണ്, വലുതാവുകയാണെങ്കിൽ കീറിക്കളയണമെന്നും പറഞ്ഞു. ഒരിക്കൽ ശുഭരാത്രി വചന ശുശ്രൂഷയ്ക്ക് ശേഷം അച്ഛനെ കണ്ടു. അച്ഛൻ ഉമിനീര് പുരട്ടി പ്രാർത്ഥിച്ചു. സിസ്റ്റ് പിന്നീട് അപ്രത്യക്ഷമായി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ചെവിയിലുണ്ടായിരുന്ന മുഴ കർത്താവ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഞാൻ വത്സമ്മ, കല്ലുവയലിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ജനുവരിയിലെ ആദ്യത്തെ ആഴ്ചയിലെ ആരാധനാ സമയത്ത് ഞാൻ എൻ്റെ മകന്റെ വിവാഹം നടക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു 33 വയസ്സുള്ള മകന്റെ വിവാഹം നടക്കുന്നതിനായി ഒരമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഈശോ അത് സാധിച്ചു കൊടുക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഇതെന്റെ മകന്റെ കാര്യമായിരിക്കുമെന്ന്. ഇത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ വിവാഹം നടന്നു. ഈ വലിയ അനുഗ്രഹം നൽകിയ ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിവാഹ തടസ്സം മാറി വിവാഹം നടക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് പ്രിയപ്പെട്ടവരെ 32 33 എന്നൊന്നും വിചാരിച്ച് ആരും വിഷമിക്കണ്ട, കർത്താവ് നോക്കിക്കോളൂ. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എന്റെ പേര് അനീന, ചെമ്പേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു BSc നേഴ്സാണ്. കുറച്ചു നാളായി പുറത്തേക്ക് പോകാൻ പരിശ്രമിക്കുകയായിരുന്നു. ഈശോയുടെ അനുഗ്രഹത്താൽ കുവൈറ്റ് MOHൽ സെലക്ട് ആയി. ജോബ് ഓഫർ ലഭിച്ചു. എന്നാൽ വിസ വരാൻ വളരെ താമസമെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആവിലയിൽ പ്രാർത്ഥിക്കാൻ എത്തിയത്. ആവിലയിൽ ഞാൻ വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ അമ്മയും അനിയത്തിയും എനിക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. മാർച്ച് 1 അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു. എൻ്റെ കൂട്ടുകാരിക്ക് വിസ വന്നെങ്കിലും എനിക്ക് വന്നില്ല. പ്രതീക്ഷ കൈവിടാതെ ഈശോയുടെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈശോയുടെ അനുഗ്രഹത്താൽ മാർച്ച് 18 മെയിൽ വന്നു. വിസ എത്രയും വേഗം ലഭിക്കുമെന്ന് പറഞ്ഞ് മാർച്ച് 19 വിസ വരികയും ചെയ്തു. മെയ് 1 ടിക്കറ്റ് വന്നു. കുവൈറ്റിലേക്ക് പോകാനും സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ആവില അമ്മയ്ക്ക് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. വിസ തടസ്സം മാറാനും ജോലിയിൽ പ്രവേശിക്കാനും ജോലി ലഭിക്കാനും ഒക്കെ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എന്റെ പേര് സുമ, ഞാൻ ചെമ്പേരിയിൽ നിന്ന് വരുന്നു. എന്റെ മകന് ലഭിച്ച അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. നിയോഗം എഴുതി മുട്ടിലിഴഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകന് ദുബായിൽ ലൈസൻസും ഉയർന്ന കമ്പനിയിൽ ജോലിയും നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എന്റെ പേര് ശോഭ, ഞാൻ വരുന്നത് ആർളം ഫാമിൽ നിന്നാണ്. ഞാൻ എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ ഇളയ മകൾക്ക് ചുമയും കഫക്കെട്ടും ശ്വാസം മുട്ടലുമായതിനാൽ ഞങ്ങൾ ജനുവരി 22 താലൂക്ക് ആശുപത്രിയിൽ 7 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. മൂത്രവും രക്തവും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അതും എടുത്തു. എക്സ്റേയിൽ കഫക്കെട്ടുള്ളതായി പറഞ്ഞു. ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു അസുഖം കുറയാൻ. കൂടാതെ എപ്പോഴും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥനയും
ഇതുവരെ കാത്ത ഈശോ ഇനിയും കാത്തുകൊള്ളും. ഈശോ എന്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോയും മാതാവും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥനയും 101 പ്രാവശ്യം യേശുനാമവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്റെ രണ്ടാമത്തെ മകൾക്ക് ചുമയായതിനാൽ ഞങ്ങൾ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു. എക്സ്റേ എടുക്കാനും കഫം ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ കഫമുള്ളതായി പറഞ്ഞു. എന്നാൽ രക്തവും കഫവും ടെസ്റ്റ് ചെയ്തതിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. കഫം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ടിവിയുടേതാണോന്നറിയാനായിരുന്നു. എന്നാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എക്സ്റേയിലും ടെസ്റ്റുകളിലും കുഴപ്പമില്ലാതെ ഇരുന്നാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ശ്രുതി മാത്യു. ഞാൻ ഉളിക്കൽ അറബി ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇത് എഴുതുന്നത്. എന്റെ അച്ചാച്ചനും അനുജത്തിയും എല്ലാ വ്യാഴാഴ്ചയിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്റെ അച്ചാച്ചൻ അച്ഛനെ വന്ന് കാണുകയും നിയോഗം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥനയും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായി ഞാൻ ജർമ്മൻ ഭാഷ പാസ്സായി. ജൂലൈയിൽ എനിക്ക് ജർമ്മനിയിൽ പോകാൻ സാധിക്കും. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അന്തർ കണ്ടതും കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. എന്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ നെല്ലിക്കാമ്പോയിൽ ഇടവകാംഗമാണ്. എന്റെ മകൾ BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. പഠനകാലത്ത് നേരിട്ട വിഷമങ്ങളും പരീക്ഷാ ഭയവും ഓർമ്മക്കുറവും എല്ലാം ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകൾ 73% മാർക്കോടുകൂടി നല്ല വിജയം നേടി. എന്റെ മകളെ അനുഗ്രഹിച്ച അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എന്റെ പേര് സോളി മാത്യു. എന്റെ വീട് കണിച്ചാറാണ്. എന്റെ മോൾക്ക് B.Ed കഴിഞ്ഞ് നല്ല സ്കൂളിൽ ജോലി കിട്ടിയാൽ ആവിലയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു. ഏപ്രിൽ 4-ന് എന്റെ മോൾക്ക് ജോലി കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. എന്റെ പേര് ഷാൻഡി. ഞാൻ എടൂർ ഇടവകാംഗമാണ്. എന്റെ മകൻ 13 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും അവന് ജോലി ലഭിച്ചില്ല. ആവിലയിൽ വന്ന് ബന്ധിതനായ ഈശോയുടെ മുൻപിൽ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി പിന്നീട് വന്ന 2 ഇന്റർവ്യൂവിലും അവന് പ്ലേസ്മെന്റ് കിട്ടി. ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും ഒരുപാട് നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ മക്കൾക്ക് കർത്താവ് നല്ല ജോലി അവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എന്റെ പേര് അനുജ തോമസ്. ഞാൻ കാലാങ്കി ഇടവകാംഗമാണ്. ഞാനൊരു നേഴ്സാണ്. നഴ്സിംഗ് പരീക്ഷ കഴിഞ്ഞ് പാസ്സായിട്ടും എനിക്ക് കുറച്ചു നാളത്തേക്ക് ജോലിയൊന്നും ശരിയായില്ല. കുറെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഇതുമൂലം ഞാൻ വളരെ വിഷമം നേരിടേണ്ടി വന്നു. ഈ സമയം ഞാൻ ആവില അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ജോലി ശരിയായാൽ ആവില പള്ളിയിൽ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി അധികം താമസിയാതെ തന്നെ എനിക്ക് ജോലി ശരിയായി. ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എന്റെ പേര് അതുൽ തോമസ്. ഞാൻ കാലാങ്കിയിൽ നിന്ന് വരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുകയാണ്. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താൽക്കാലിക ജോലി എനിക്ക് ആവശ്യമായിരുന്നു. ഒരുപാട് ശ്രമിച്ചിട്ടും ഒന്നും ശരിയായില്ല. ഫീസ് അടയ്ക്കാത്തത് മൂലം പഠനം മുന്നോട്ട് പോകാത്ത സ്ഥിതിയായി. അങ്ങനെ ഞാൻ ആവില അമ്മയോടും ഈശോയോടും ഒരു ജോലി ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു.
ആവില പള്ളിയിൽ വന്ന് നിയോഗമെഴുതി റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു. അധികം താമസിയാതെ എനിക്കൊരു ജോലി ശരിയായി. പഠനത്തിന് തടസ്സമാകാത്ത വിധത്തിൽ ജോലി സമയം ക്രമീകരിക്കാനുള്ള സൗകര്യവും എനിക്ക് ലഭിച്ചു. ഇപ്പോൾ ജോലിയും പഠനവും നന്നായി പോകുന്നു. ആവില അമ്മയോടും ബന്ധിതനായ ഈശോയോടും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ചന്ദ്രിക, ഉളിക്കലിൽ നിന്ന് വരുന്നു. എന്റെ മകളുടെ സ്വർണപാദസരം വീണുപോയി. തുടർന്ന് ആവില മാതാവിനെ പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി വീണുപോയ പാദസരം തിരികെ കിട്ടി. ആവില മാതാവിന് നന്ദി. കരമടിച്ച് നന്ദി പറയാം. നഷ്ടപ്പെട്ട വസ്തുക്കൾ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ തിരികെ ലഭിക്കാൻ കർത്താവ് ഇടവരുത്തുന്നതിന് ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് അവന്തിക. ഞാൻ ഇരിട്ടി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് 7ാം ക്ലാസ്സിൽ ഒട്ടും മാർക്കില്ലായിരുന്നു. അതിനാൽ എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചില്ല. അതുപോലെ 8ാം ക്ലാസ്സിലും ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും പാസ് മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാനും അമ്മയും ആവിലയിൽ വന്നു ഞാൻ എഴുതി കെട്ടിയിട്ടു, നല്ല മാർക്ക് തരണമേ എന്ന്. കൊല്ലപരീക്ഷ കഴിഞ്ഞ് ടീച്ചർ വിളിച്ചു പറഞ്ഞു, അവന്തികയ്ക്കാണ് ക്ലാസ്സിൽ ഫസ്റ്റ് എന്ന്. അന്ന് ഞാൻ എഴുതിയിട്ടപ്പോൾ പറഞ്ഞായിരുന്നു, ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയാൽ ഇവിടെ സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ 1ാം സ്ഥാനത്തോടുകൂടി 9ാം ക്ലാസ്സിലേക്ക് പാസ്സായി. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് മേരി, സ്ഥലം അലക്സ് നഗർ. എന്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം. എന്റെ മകൾക്ക് കിണറില്ലാതെ 15 വർഷമായി വിഷമത്തിലായിരുന്നു. 2024 ഏപ്രിൽ മാസം ഒരു കിണർ കുത്തി. എങ്കിലും 5 ഗോൾ കഴിഞ്ഞപ്പോൾ പാറയായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു പറഞ്ഞപ്പോൾ ഇനി പണി തുടരണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം 2025 ജനുവരിയിൽ വീണ്ടും വേറെ കിണർ പണി ആരംഭിച്ചു. ഞാനും മകളും ബന്ധിതനായ ഈശോയോടും ആവില അമ്മയോടും പ്രാർത്ഥിച്ചപേക്ഷിച്ചു. വരാൻ പറ്റുന്ന വ്യാഴാഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിന്മേൽ നീന്തുകയും ചെയ്യുമായിരുന്നു. 18 കോലിന് വെള്ളം കിട്ടുമെന്ന് സ്ഥാനം കണ്ടവർ പറഞ്ഞു. ബന്ധിതനായ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം കൊണ്ട് 11 കോൽ താഴ്ന്നപ്പോൾ വെള്ളം തന്ന് അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും കിണറിനടുത്ത് ചെന്ന് 101 പ്രാവശ്യം ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും മുടങ്ങാതെ വെഞ്ചരിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് അന്നമ്മ, സ്ഥലം എടൂർ. എനിക്ക് കുറച്ചു നാളുകളായിട്ട് പുറത്തു പറയാൻ പറ്റാത്ത വിഷമമാണ്. ഞാൻ ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും പറഞ്ഞ് 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. അച്ഛനെ കണ്ട് എല്ലാം പറഞ്ഞു. സാക്ഷ്യം എഴുതിയിടാമെന്ന് പറയുകയും ചെയ്തു. അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു എല്ലാം മാറിക്കൊള്ളുമെന്ന്. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഈശോയ്ക്ക് നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എന്റെ പേര് ലിംന എടൂർ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇന്റർവ്യൂ ഒന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് അയർലൻഡിലോട്ട് സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചതിനും അതുപോലെ തന്നെ വിസ അപ്രൂവൽ നൽകിയതിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് അനശ്വര. ഞാൻ ചെമ്പേരിയിൽ നിന്ന് വരുന്നു. എന്റെ ഭർത്താവിന് വേണ്ടി നിയോഗം എഴുതി മുട്ടയിലെഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഏറെ താമസിയാതെ തന്നെ ദുബായിൽ ലൈസൻസും നല്ലൊരു ജോലിയും നൽകി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എന്റെ പേര് ടെൻസി. എന്റെ മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്റെ പേര് കറക്റ്റ് ചെയ്ത് കിട്ടാനുണ്ടായിരുന്നു. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആവിലയിൽ സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 5 ദിവസത്തിനുള്ളിൽ കറക്റ്റ് ചെയ്ത് കിട്ടിയതിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്റെ മകന് ഡയോസിസ് ലെവൽ ബൈബിൾ എക്സാം 4th റാങ്ക് ലഭിച്ചതിനും നന്ദി പറയുന്നു. എന്റെ മകന്റെ കൈവിരലിൽ കൊന്തമോതിരം ഇട്ടത് ഊരാൻ പറ്റാതെ മുറുകുകയും വിരൽ നീര് വയ്ക്കുകയും ചെയ്തു.
അടുത്തുള്ള ഒരു വെൽഡിംഗ് ഫാക്ടറിയിൽ കൊണ്ടുചെല്ലുകയും അവര് ട്രൈ ചെയ്തു. മുറിക്കാൻ പറ്റാതെ വന്നപ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. ആ നിമിഷം ഞാൻ ആവിലയിൽ സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തപ്പോൾ അവർ ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിളിക്കുകയും ആ സമയം തന്നെ അത് കട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്തു. എന്റെ മകന് പുറത്തു മുഴുവൻ സ്കിൻ അലർജി ആയിരുന്നു. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കുറെ കാലം ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും ഫലമൊന്നും കണ്ടില്ല. നാട്ടിൽ വന്നപ്പോൾ അച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു മരുന്നില്ലാതെ മാറട്ടെ എന്ന്. അതിനുശേഷം ഞങ്ങൾ മരുന്ന് പൂർണ്ണമായും നിർത്തി. പകരം ആവിലയിലെ എണ്ണ ഉപയോഗിച്ചു. പെട്ടെന്ന് തന്നെ അലർജി മാറുകയും ചെയ്തു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒത്തിരി നാളുകളായിട്ടുണ്ടായിരുന്ന സ്കിൻ അലർജി ബാംഗ്ലൂർ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്ന ആ കുഞ്ഞിന് കർത്താവ് വെഞ്ചിരിച്ച എണ്ണ തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയാതിരുന്നത് കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് സൗഖ്യം പ്രാപിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് റോസമ്മ, കുടിയാൻമലയിൽ നിന്ന് വരുന്നു. ഒക്ടോബർ മാസത്തിലെ ഉരുൾനേർച്ചയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന എന്റെ മരുമകന് വിസ പുതുക്കാനുള്ള തടസ്സം മാറ്റി കിട്ടുവാൻ ഈശോ അനുഗ്രഹിച്ചു. രണ്ടാമതായി കിണർ കുത്തുമ്പോൾ വെള്ളം നൽകി അനുഗ്രഹിച്ചാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിന്റെ ഫലമായി 140 അടി താഴ്ചയിൽ ഈശോ വെള്ളം നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ഏലിയാമ്മ. ഞാൻ അടയ്ക്കാത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. എന്റെ മകന് 1 വർഷമായി ജോലിയില്ലായിരുന്നു. IT ആണ് അവൻ പഠിച്ചത്. ഇന്റർവ്യൂവിന് വിളിക്കും, പാസ്സാകും. പല കാരണങ്ങളാൽ പിന്നെ വിളിക്കത്തില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. 2025 മാർച്ച് മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് നൊവേനയിലും ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി മാർച്ച് മാസത്തിൽ തന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുകയും ആ ജോലി അവന് കിട്ടുകയും ചെയ്തു. അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. നല്ല ജോലി കർത്താവ് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ജോളി. ഞാൻ കൊട്ടിയൂർ ഇടവകാംഗമാണ്. എന്റെ മകൻ കുവൈറ്റിൽ പോകുന്നതിന് വേണ്ടി രേഖകൾ എല്ലാം ശരിയാക്കി. അപ്പോൾ മെഡിക്കൽ നോക്കുമ്പോൾ ശരിയാകുന്നില്ല. ഞങ്ങൾ ആവിലയിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, മോൻ പോയി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാൻ. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന്. ഞങ്ങൾ പോയി വീണ്ടും ഒരു മെഡിക്കൽ കൂടി എടുത്തു. അപ്പോൾ ഒരു കുഴപ്പവും കാണുന്നില്ല. മകൻ ഇന്ന് കുവൈറ്റിൽ സുഖമായി ജോലി ചെയ്യുന്നു. ആവിലയിലെ അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ എക്സ്റേ എടുക്കുമ്പോൾ ചെസ്റ്റിൽ സ്കാർ ഉണ്ട്. അതുകൊണ്ട് കുവൈറ്റിലേക്കുള്ള മെഡിക്കൽ പാസ്സാകുന്നില്ല എന്ന ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെയാണ് ആവിലയിൽ വരികയും പ്രാർത്ഥിക്കുകയും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലാനുള്ള പ്രാർത്ഥന ചൊല്ലുകയും ഒക്കെ ചൊല്ലി വീണ്ടും മെഡിക്കൽ എടുക്കുമ്പോൾ ചെറിയ ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ചെസ്റ്റിലെ സ്കാർ അപ്രത്യക്ഷമായിരിക്കുന്നതായി കാണാനിടവന്നു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് അഗസ്റ്റിൻ. സ്ഥലം വീരാജ്പേട്ട. ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു. വയറിന്റെ ഉള്ളിൽ പാൻക്രിയാസിലാണ് ക്യാൻസർ പിടിപെട്ടത്. ബാംഗ്ലൂർ കിഡ്നി ഹോസ്പിറ്റലിലാണ് ചികിത്സ ആരംഭിച്ചത്. ഞാൻ ശാരീരികമായും മാനസികമായും വളരെയധികം വിഷമിച്ചു. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഞാൻ കുടുംബസമേതം ഇവിടെ ആവില പള്ളിയിലെത്തി അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അച്ഛൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. രോഗം പരിപൂർണമായി സുഖപ്പെടുമെന്ന് അച്ഛൻ പറഞ്ഞു. ഡോക്ടർ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഓപ്പറേഷൻ നടത്തി. തുടർന്ന് കീമോതെറാപ്പിയും ചെയ്തു. 6 കീമോതെറാപ്പികൾക്ക് ശേഷം പരിശോധിച്ചപ്പോൾ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്രയും വലിയ രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, റിക്കവറി റേറ്റ്, സൗഖ്യം പ്രാപിക്കാനുള്ള സാധ്യത ഏറ്റവും കുറവുള്ള ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ. പാൻക്രിയാസിന് ക്യാൻസർ ഉണ്ടായിരുന്ന സഹോദരന് ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.
2025 മാർച്ച് മാസത്തിൽ നടന്ന SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ധാരാളം വിദ്യാർത്ഥികൾ ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും അമ്മ ത്രേസ്യയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ സാക്ഷ്യം എഴുതി നൽകിയിട്ടുണ്ട്. അവരുടെ പേര് വിവരം താഴെ ചേർക്കുന്നു. സാധിക പേരാവൂർ, ഡോൺ പുറവയൽ, ഏഞ്ചൽ മരിയ കണിച്ചാർ, പ്രിൻസി കരിക്കോട്ടകരി, സ്നേഹ കീഴ്പള്ളി, ജോനാൻ ചെട്ടിയാമ്പറമ്പ്, ഡെൽന എടൂർ, അഭിനു കുടിയാൻമല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് സോന. ഞാൻ ശ്രീകണ്ഠാപുരം ചേരക്കുന്നിൽ നിന്ന് വരുന്നു. എനിക്ക് നെഞ്ചുവേദനയെ തുടർന്ന് എക്കോ ചെയ്യുകയും വാൽവിന് മുഴയുണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പ്രകാരം 3/2/25 മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 11/2/25 സർജറി ചെയ്യുകയും ചെയ്തു. ഒരു മുഴ എന്ന് പറഞ്ഞെടുത്ത് 3 മുഴ ഉണ്ടായിരുന്നു. സർജറി സക്സസ് ആയിരുന്നു. 13/2/25 ഉച്ച കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റാനിരുന്ന എനിക്ക് പെട്ടെന്ന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും വരികയും ഓക്സിജന്റെ അളവ് കുറയുകയും ഹൃദയമിടിപ്പ് കൂടുകയും ചെയ്തു. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. ടെസ്റ്റുകൾക്കൊടുവിൽ ന്യൂമോണിയ കൂടിയതാണെന്നും ഷുഗർ ലെവൽ കൂടുകയും പ്രഷർ കുറയുകയും ചെയ്തു. പിന്നീടുള്ള 6 ദിവസങ്ങൾ പരീക്ഷണങ്ങളുടേതായിരുന്നു. തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. 20/2/25 നോർമലായി ബ്രീത്ത് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ട്രക്യോസ്റ്റമി ട്യൂബ് ഇടേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ട ഞാൻ ആവിലപ്പള്ളിയിലേക്ക് നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. വെന്റിലേറ്റർ സൗകര്യമില്ലാതെ ശ്വസിക്കുവാനും ഹൃദയമിടിപ്പ് നോർമലാകാനും നിയോഗം സാധിച്ചാൽ വ്യാഴാഴ്ച ആവിലയിൽ വന്ന് സാക്ഷ്യം പറയാമെന്നും നേർന്നു. ഉച്ചയായപ്പോഴേക്കും ഓക്സിജന്റെ അളവ് നോർമലാകാനും ഹൃദയമിടിപ്പ് കുറയുവാനും തുടങ്ങി. തുടർന്ന് 28/2/25 ഡിസ്ചാർജ് ആവുകയും ചെയ്തു. എന്നെ സുഖപ്പെടുത്തിയ ആവിലയിലെ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സിൻ അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരകളിലൂടെ കടന്നുപോയ ഈ സഹോദരി സോന ശ്രീകണ്ഠാപുരത്താണ് വീട്. ശ്രീകണ്ഠാപുരം ചേരംകുന്നിൽ വീടുള്ള ഈ മകൾക്ക് വാൽവില് 1 മുഴയുണ്ടെന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് തുടർന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ 3 മുഴകൾ വാൽവിൽ കണ്ടെത്തി. അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്വസിക്കാൻ പറ്റാതെ വെന്റിലേറ്ററിൽ എത്ര ദിവസം കിടന്നു മോളെ? 17 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയും ഇനി പ്രത്യേകിച്ച് അധികം പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് ഡോക്ടർമാർ തിരികെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന് അല്ലേ. നമ്മൾ 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നി അല്ലെങ്കിൽ 5 ദിവസമൊക്കെ കിടത്തി കഴിയുമ്പോൾ ചോദിക്കും ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കും ഇല്ലേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 17 ദിവസം വെന്റിലേറ്ററിൽ ജീവനും മരണത്തിനും ഇടയിൽ കിടന്ന മകളെ കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിന് അങ്ങനെ 17 ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ 17ാമത്തെ ദിവസമാണ് നിയോഗം പറഞ്ഞത് അല്ലേ. ഹല്ലേലൂയ. അവര് പറഞ്ഞു 20/2/25 നോർമലായി. അപ്പോ അന്നാണ് അവര് എഴുതി പ്രാർത്ഥിച്ചത്. വെന്റിലേറ്റർ മാറ്റാൻ കഴിഞ്ഞാൽ സാക്ഷ്യം എഴുതാമെന്ന് പ്രാർത്ഥിച്ചു. നിയോഗം എഴുതി അയച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് തന്നെ ഉച്ചയായപ്പോഴേക്കും ഈ 17 ദിവസമില്ലാത്ത സൗഖ്യം 17ാമത്തെ ദിവസം സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ച അന്ന് ഉച്ചയായപ്പോൾ കർത്താവ് നോർമലായി ഹൃദയമിടിപ്പുണ്ടാകാൻ ആരംഭിക്കുകയും 28-ാം തീയതി അത് പൂർണ്ണമായി നോർമലാവുകയും ഒക്കെ ചെയ്തു. ഇന്ന് ഈ മകൾക്ക് ഇവിടെ വന്ന് ഇത് വായിച്ച് സാക്ഷ്യം പറയാനായിട്ട് കർത്താവ് കൃപ കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.